വിശദമായി നോക്കാം. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ യുവാവ് തോക്കുമായി പിടിയിൽ. നിരീശ്വരവാദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പരിപാടിക്കിടെയാണ് സംഭവം. തസ്ലീമ നസ്രീൻ പങ്കെടുക്കാനിരുന്ന പരിപാടി നിർത്തിവെച്ചു. പിന്നെ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാല് ഒരാള് ഗണ്ണ് ഉപയോഗിച്ച് അകത്തേക്ക് കയറി. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് അത് CCTV പരിശോധിച്ച ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്ക്വാഡിനെ വെച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി. ഇപ്പൊ പരിശോധന പൂർത്തിയാക്കി. നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആള് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, സ്പോട്ടിലും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. പിന്നെ ടാഗൊക്കെ ഇട്ടിട്ടാണ് കയറിയിട്ടുള്ളത്. അത് നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. ദേഹപരിശോധന ഒക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. പുള്ളി ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോ പിന്നെ ആളെ എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ എല്ലാരും പുറത്തിറക്കി. പിന്നെ തുടരാൻ പറഞ്ഞു. വേറെ വിഷയമൊന്നുമില്ല. എങ്കിലും ഒരു സുരക്ഷന്റെ ഭാഗമായിട്ട് ബോംബ് സ്ക്വാഡിനെ വെച്ച് ഒന്നുകൂടെ പരിശോധന നടത്തിയെന്നേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. രജിസ്ട്രേഷൻ 7 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. 8:30ക്കാണ് പരിപാടി തുടങ്ങിയത്. 8:30 മുതൽ ഏകദേശം വൈകുന്നേരം 7 വരെക്ക് ക്ലോസ് ചെയ്ത രീതിയിലായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത്. ഇവിടെ ഏകദേശം 3000 മുകളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെഡ്യൂളായ ടൈമിലാണ് മാറ്റം വന്ന് പ്രശ്നമാവുന്നത്. അപ്പോൾ ഉള്ളിൽ പെട്ടെന്ന് ആളെ സംശയം തോന്നിയിട്ട് പിടിച്ച സമയത്ത് ഗണ്ണ് കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ തസ്ലീമ നസ്രീന്റെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അതൊരു 4 മണിക്ക് കൊടുക്കാവുന്ന രീതിയിൽ അവർ വരുന്നുണ്ട്. മനുഷ്യരായിട്ട് ഈ നാട്ടിൽ ജീവിക്കുക, നമ്മൾ ഈ ആധുനിക കാലത്ത് ജനാധിപത്യമുള്ള രാജ്യത്ത് നമ്മൾ ജനാധിപത്യപരമായിട്ട് ജീവിക്കാൻ അനുവദിക്കാനായിട്ട് അവർക്ക് ഞങ്ങൾ ഇത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇത് വർഷത്തിൽ ഒരു ദിവസമാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ ഈ പരിപാടി ഇത്ര നടത്തണമെന്ന് നിസാറൊന്നല്ല, വെറുതെ ഒന്നല്ല. ഈ 480 രൂപയാണ് ഈ ഒരാൾ അകത്തേക്ക് കയറണമെങ്കിൽ. 480 രൂപ ഏതെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ വിജയിക്കും. സാധാരണ എല്ലാ പരിപാടിക്കും ഫ്രീ ആണെങ്കിലേ വരാറുള്ളൂ. ഇത് 480 രൂപ കൊടുത്തിട്ടാണ്. അതിന് ഫുഡ് ഉണ്ട്. അപ്പൊ കൊടുത്തിട്ടാണ് ഇത്രയും പേര് വരുന്നത്. 10,000-ഓളം ആൾക്കാർ വരുന്നത്. അപ്പൊ അവരുടെ മനസ്സിലൊരു ഇതിനുള്ളൊരു താല്പര്യമാണ്. അത് ഇവര് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനാവുക എന്നുള്ള ജാതി മതത്തിനപ്പുറം മനുഷ്യരായി സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളൊരു ടെമ്പർ വളർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ തിരുവനന്തപുരത്താണ്. അതിനു മുമ്പ് കോഴിക്കോടാണ്. എല്ലാ വർഷങ്ങളും ഇത് നടക്കാറുണ്ട്. അത് ഇങ്ങനെ ഒരു ഭീഷണി വളരെ മോശം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഈ പിടിയിലായ യുവാവ് ആരാണ്? അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? പോലീസ് എന്താണ് പറയുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലോ ഒരു കാലത്ത് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പരിപാടി ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ശ്രീജിത്ത് പണിക്കരും രവിചന്ദ്രനും പങ്കെടുക്കുന്ന ഒരു ഡിബേറ്റാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചത്. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് വരികയും ഇവിടെ ഉള്ളവരെ പുറത്തേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് പറയുന്നത് പ്രകാരം ഇയാൾ ഈ വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ്, പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ച് നാളുകളായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വധഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള തോക്ക് കൈവശം വയ്ക്കാനുള്ള അനുമതി ഇയാൾക്കുണ്ട്. അങ്ങനെ ലൈസൻസ് ഉള്ള തോക്ക് ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ്. ഈ നിരീശ്വരവാദികളുടെ ഒരു സമ്മേളനം ആണ് ഇവിടെ നടക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ ഇയാൾ വന്നതാണ്. പക്ഷെ ബൌൺസേഴ്സ് പരിശോധിച്ചുള്ളിലേക്ക് കടത്തുമ്പോഴാണ് ഇയാളുടെ കയ്യിൽ ഇയാളുടെ പോക്കറ്റിൽ തോക്കുള്ളതായി ഇവർ കണ്ടെത്തിയത്. പക്ഷെ അയാളെ പിടിച്ചു നിർത്തുന്ന സമയം കൊണ്ട് തന്നെ ഇയാൾ ഉള്ളിലേക്ക് കടന്നതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചത്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും ഈ സ്ഥലത്ത് തന്നെ പോലീസിന്റെ ഒക്കെ ഒരു സുരക്ഷയുണ്ട്, പോലീസിന്റെ പരിശോധനയുണ്ട്. അങ്ങനെ പോലീസ് പെട്ടെന്ന് CCTV അടക്കം പരിശോധിച്ച് ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് കടവന്ത്ര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. പോലീസ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഇയാൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തിയാണ്. മുൻപും ഇത്തരം പരിപാടികളിലൊക്കെ ഇവർ സംഘടിപ്പിച്ച എസൻസ് എന്ന പരിപാടിയിൽ തന്നെ മുമ്പും പങ്കെടുത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ പെട്ടെന്ന് തോക്കുമായി ഒരാൾ എത്തിയതിന്റെ ഒരു ആശങ്ക മാത്രമാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. പരിപാടി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ പെട്ടെന്ന് തോക്കുമായി ഒരാൾ എത്തിയത് കൊണ്ടുള്ള ഒരു ആശങ്കയിലാണ് ബൌൺസേഴ്സും അല്ലെങ്കിൽ പോലീസും ഒക്കെ കൂടുതൽ പരിശോധന അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശോധന ശക്തമാക്കുകയും ഇവിടെ നിൽക്കുന്നവരോട് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ അല്ലേ നവമി? പിന്നെ ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നുണ്ടോ?
എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല ഭവ്യ. അസ്വാഭാവികമായി തന്നെ ഒന്നും തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. ഇപ്പോൾ പിടിയിലായ ഉദയംപേരൂർ സ്വദേശി അദ്ദേഹത്തിന്റെ പേര് പോലീസ് പറഞ്ഞിട്ടില്ല. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ വിദ്യാധരൻ കൊലക്കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അയാളുടെ കയ്യിൽ ലൈസൻസ് ഉള്ള തോക്കാണ്. അയാളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ആ തോക്ക് കൈവശമുള്ളത്. പക്ഷേ അത് ലൈസൻസ് ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ തോക്കുമായിട്ടാണ് അയാൾ സ്ഥിരം നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിയിൽ എത്താൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ദുരുദ്ദേശമൊന്നും തന്നെ അയാൾക്കില്ല എന്നാണ് കടവന്ത്ര സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസ് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും പോലീസിന്റെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും തേടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കടത്തുമ്പോൾ അവരുടെ ബാഗുകളടക്കം പരിശോധിച്ച് തന്നെയാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. പരിപാടി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് തസ്ലീമ നസ്രിൻ വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സുരക്ഷ അല്പം വർദ്ധിപ്പിച്ച സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ ഒരുപാട് ആളുകൾ, ഏകദേശം 3000-ഓളം ആളുകളാണ് ഓൺലൈനായി മാത്രം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ അതിൽ കൂടുതലുണ്ട്. ഏകദേശം ഒരു 5000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. അത്രയും ആളുകൾ എത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷയും അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ പരിശോധന തന്നെയാണ്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എന്തായാലും ഇവിടെ എത്തുന്ന ആളുകളുടെ ബാഗുകളൊക്കെ പരിശോധിച്ച് തന്നെയാണ് അകത്തേക്ക് വിടുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് അവരിവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ശക്തമായിട്ടുള്ള സുരക്ഷയും നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോക്കുമായി ഒരാൾ എത്തിയപ്പോൾ തന്നെ വലിയ ആശങ്ക പകരുകയും ചെയ്തത്. പക്ഷെ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അയാളെ പോലീസ് കൃത്യസമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തു. പോലീസേഴ്സിന്റെ ഇടപെടൽ തന്നെയാണ് അയാളെ പെട്ടെന്ന് പിടികൂടാനും അല്ലെങ്കിൽ ഈ ഒരു തോക്ക് കണ്ടെത്താനും ഒക്കെ സഹായിച്ചത്. ലൈസൻസ് ഉള്ള തോക്കാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എസൻസ് എന്ന പരിപാടി, അതായത് ഈ നിരീശ്വരവാദികളുടെ ഒരു സംഘടനയാണ്, അതിന്റെ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ എത്താൻ ഇയാൾ വന്നതാണെന്നാണ് പറയുന്നത്. മുൻപും ഇവർ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ എത്തിയിട്ടുള്ള ആളാണ് താനെന്നുകൂടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഉദയംപേരൂർ സ്വദേശി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാൾ പോലീസിനോട് പറഞ്ഞത് അപ്രകാരമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിവാദം തുടരുന്നതിനിടെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് TCക്കായി അപേക്ഷ നൽകിയത്. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. അതേസമയം ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനിയെ കുടുംബം ഉടൻ സ്കൂൾ മാറ്റില്ല. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം. ഡാനി ഇപ്പോൾ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാനി, ഇപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ പഠനം നിർത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് സ്കൂൾ എടുത്ത നിലപാടാണോ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള കാരണമായി അവർ പറയുന്നത്? എന്താണ് സംഭവം? പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥിനികളെ കൂടി അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇതിന് പ്രധാനമായും ഒരു കാരണമായിട്ട് അവർ ഹിജാബ് വിഷയം എന്നതിനേക്കാൾ അപ്പുറം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അവരെ വേദനിപ്പിച്ചു. പ്രത്യേകിച്ച് പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റും നടത്തിയ പരാമർശങ്ങൾ ഇതിൽ അവരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ആ വിദ്യാലയത്തിൽ ഇനി തങ്ങളുടെ കുട്ടികൾ തുറന്ന് പഠിക്കേണ്ടതില്ല, പകരം മറ്റൊരു വിദ്യാലയം, അതും കോൺവെന്റ് സ്കൂൾ തന്നെയാണ്, അവിടേക്ക് മാറ്റാൻ തീരുമാനം. ഇതിൽ ഹിജാബിനേക്കാളും അപ്പുറം അവരുടെ നിലപാടുകളിലുള്ള ഒരു പ്രതിഷേധം, ചില പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2 കുട്ടികളുടെയും മാതാപിതാക്കൾ നമുക്കൊപ്പം ചേരുന്നു. ഫിർദോസും അതോടൊപ്പം തന്നെ ജസ്നയും ചേരുന്നു. ഇങ്ങനെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണം? ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ഇവിടെ ആ കുട്ടിക്കെതിരായിട്ട് അവർ പറഞ്ഞ ചില പരാമർശങ്ങൾ തന്നെയാണ്. കാരണം ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ആ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചില മുന്നിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അത് കണക്കിലെടുത്ത് അവർക്ക് നാളെ സ്വതന്ത്രമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കണം അവർക്ക് സ്കൂളിൽ ഉണ്ടാവേണ്ടത്. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബല്ല എൻ്റെ പ്രശ്നം.
അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. പക്ഷേ ഞാനിപ്പോൾ ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കോൺവെൻറ്റ് സ്കൂളിൽ തന്നെ ആണെന്നുള്ളതാണ് യഥാർത്ഥ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ആ കോൺവെൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു കന്യാസ്ത്രീയാണ്. ആ മേഡമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മേഡം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മോളെ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഹിജാബ് എന്ന് ഇടുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല. നമ്മളെല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റുമാണ്. പക്ഷേ അതേ ഒരു ശിരോവസ്ത്രം അണിഞ്ഞിരിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് ഇന്ന് എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇങ്ങനത്തെ ജാതി അടിസ്ഥാനത്തിൽ ഒന്നും ചിന്തിക്കാത്ത കന്യാസ്ത്രീമാരാണ് കൂടുതലുള്ളത്. അതിൽ ഈ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രം അവർക്കുണ്ടായ അപമാനമാണ് നമ്മളിവിടെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു സ്കൂളിലേക്ക് എൻ്റെ മക്കൾ മാറി പഠിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വേറെ ഒരാളുടെയും ഉൾപ്രേരണയോ നമ്മളെ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതോ അല്ല. എൻ്റെയും ഭർത്താവിൻ്റെയും മാത്രം തീരുമാനമാണത്. അത് ഞങ്ങളുടെ പേരൻസ് പോലും അതിനകത്ത് ഒരു വിധത്തിലുള്ള തീരുമാനം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു TC ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ വരുന്നത് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ അന്വേഷിച്ചിരുന്നോ? ഏതെങ്കിലും കുട്ടികൾ കൂടുതൽ പേരുണ്ടോ ഇതുപോലെ മാറ്റുന്നത്? ഇല്ല, അങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും വന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ കാര്യം കുറിച്ച് മാത്രം ചിന്തിച്ചുള്ളൂ. നമ്മുടെ മക്കൾ അവിടെ പഠിക്കണ്ട, അവർ നല്ലൊരു സാഹചര്യത്തിൽ പഠിച്ചാൽ മതി എന്നൊരു തീരുമാനം അത്രേ ഉള്ളൂ. അപേക്ഷ നൽകിയോ? നൽകി അപേക്ഷ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയിരിക്കുകയാണ്. 2 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞേക്കണത്. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് TC തരാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിലപാടുകളാണ് വേദനിപ്പിച്ചത് അവിടെ. അതെ, അതാണ് നമ്മൾക്കുണ്ടായൊരു, ഇത്രയും നാളും നമ്മൾ റൂള് പാലിച്ച് തന്നെ പോയിരുന്ന ഒരു പേരൻസ് ആയിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിലപാടല്ലാണ്ട് നമുക്ക് ജാതിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ ചേർക്കാൻ ഞാൻ തീരുമാനിക്കില്ലായിരുന്നു. എനിക്ക് അതിനനുസരിച്ചുള്ള മറ്റുള്ള സ്കൂളുകളും ഇവിടെ ഉണ്ട്, എനിക്ക് അവിടെ ചേർക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കന്യാസ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്ന ഇത്ര ഒരു സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു സ്കൂളിൽ തന്നെ ചേർക്കാൻ എന്നുള്ള ആ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാനുള്ള കാരണം അതെ, തീർച്ചയായും ഉണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. ഇനിയിപ്പോ വൈകാതെ എവിടേക്ക് വിടും അല്ലേ? വൈകാതെ ക്ലാസ്. അതെ, നമുക്ക് TC കിട്ടി, അത് അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ ഉടനെ ക്ലാസ്സിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്. എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് മറ്റൊരു വിദ്യാലയത്തിൽ, സെന്റ് റിത്താസിൽ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കുട്ടിയുടെ മാതാവ്, നേരത്തെ ഹിജാബ് വിവാദത്തിലുണ്ടായ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരു തീരുമാനം. ഇപ്പോൾ കുട്ടിയുടെ TC വാങ്ങിക്കുന്നില്ല. ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ കൂടി നിലപാട് അറിഞ്ഞിട്ട് മതി ആ കുട്ടിയെ അവിടെ നിന്ന് TC വാങ്ങിക്കുക എന്നതാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. ഹിജാബ് വിഷയത്തിൽ പുതിയ ഒരു നീക്കവുമായിട്ടാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളുടെ നീക്കങ്ങൾ. SKSS നേതാവായ സത്താർ പന്തലൂരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പുതിയ നീക്കങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു എന്നൊരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. മാത്രമല്ല ആ പോസ്റ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമിൽ ഏത് സ്ഥാപനമാണ്, എവിടെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മുസ്ലിം വേഷം ധരിക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുവാനും അവരെ പരസ്യപ്പെടുത്തുവാനുമാണ് ഒരു നീക്കമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഇത് മറ്റൊരു
വർഗീയ വേർതിരിവിനുള്ള നീക്കമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് സത്താർ പന്തല്ലൂർ തന്നെ പറയുന്നത് അത്തരത്തിലൊരു പരസ്യപ്പെടുത്തി ഒരു വിഷയം കൂടുതൽ വഷളാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഈ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് ബോധ്യപ്പെട്ട് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സർവേ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവർ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ഇതിന് വലിയ തോതിൽ തന്നെ വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഈ ഒരു സാമുദായിക സൗഹാർദ്ദം അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തീർക്കുമെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒന്ന് അടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും മറ്റു സാമുദായിക സംഘടനകളും ഇതിന്റെ ചുവട് പിടിച്ചു വരികയാണെങ്കിൽ മറുവശത്ത് ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റു മത സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘടനകളും ഇതേ നീക്കവുമായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നൊരു വിലയിരുത്തലും ഇതിന്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ സമസ്തയടക്കമുള്ള സംഘടനകൾ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നതെങ്കിൽ പോലും സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകളുടെ നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് അവർ വിശദീകരിക്കുമ്പോഴും എന്തായിരിക്കും ഇതിന്റെ അടുത്തൊരു ഘട്ടം ഉണ്ടാവുക, എങ്ങനെയായിരിക്കും ഇത് ഫലത്തിൽ വരിക എന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെന്ന് നേതാക്കൾ പറയുമ്പോഴും ഉയരുന്ന ആശങ്ക ഇത് സാഹചര്യങ്ങൾ മോശമാക്കുമോ എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശിരോവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. മന്ത്രി പറയുന്നതനുസരിച്ച് അല്ല പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നെന്നും ദുൽകിഫിൽ പറഞ്ഞു. സത്യത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ കുട്ടി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം മന്ത്രി വലിയ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും ആ കുട്ടിക്ക് പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രി വലിയ രീതിയിലുള്ള സംസാരിക്കും, പക്ഷേ അവസാനത്തെ റിസൾട്ട് അത് RSSന് അനുകൂലമായിരിക്കും, സംഘപരിവാറിന് അനുകൂലമായിരിക്കും. നമുക്കറിയാം, പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രി പ്രസ്താവിച്ച പ്രസ്താവന അതിൻ്റെ NOC ഞങ്ങൾ പിൻവലിക്കുമെന്നതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഈ വിഷയത്തിലും അദ്ദേഹം 2018 ജസ്റ്റിസ് മുസ്താഫിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. സഭ ഇന്നലെ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒക്കെ മക്കള് തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിക്കുമോ എന്ന ആശങ്ക ഇരു നേതാക്കൾക്കുമുണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തടയാനാണ് ചാണ്ടിയുമ്മന്റെ ശ്രമം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഓർത്തഡോക്സ് സഭയെ തള്ളി
മുന്നോട്ടു പോവാൻ സാധിക്കുമോ? സഭയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോവാൻ സാധിക്കുമോ കോൺഗ്രസിന്? സണ്ണി ജോസഫിന്റെ ഈയൊരു നിലപാട് അത് എങ്ങനെ പ്രതിഫലിക്കും? യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ KPCC പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. തുടർന്ന് 2 മെത്രാപ്പൊലീത്തമാരാണ് ഈ രണ്ടുപേരും, അതായത് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർഷം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. KPCC അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും ദേശീയ തലത്തിൽ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അബിനെയും അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിക്ക് വഴങ്ങാതെ ജി സുധാകരൻ. കുട്ടനാട്ടിൽ നടക്കുന്ന VS അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കില്ല. പരിപാടി അവർ നടത്തിക്കോളും, അവിടെ ആളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. CPM ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിൽക്കുന്നത്. താൻ ഉൾപ്പെടെ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേര് പോലുമില്ലാതെ നോട്ടീസ് പുറത്തിറക്കിയതിനാലാണ് സുധാകരന്റെ അതൃപ്തി. ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു ജി സുധാകരൻ. അതിനിടെ സുധാകരനെ കൂടെ നിർത്താൻ UDF ശ്രമം തുടങ്ങി. RSP മുൻ ജനറൽ സെക്രട്ടറി TG ചന്ദ്രചൂഡന്റെ പേരിൽ നൽകി വരുന്ന അവാർഡ് ജി സുധാകരനാണ്. ഈ മാസം 31-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ അവാർഡ് വിതരണം ചെയ്യും. അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണമോഷണത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂർ നീണ്ടു. മോഷണത്തിന് ഗൂഢാലോചന നടന്ന ബംഗളൂരുവിലടക്കം പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ തെളിവെടുപ്പ് നടത്തും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബു, സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. 2 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂടിനടുത്തുള്ള വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഈ പരിശോധനയ്ക്കിടയിൽ വിവിധ ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം സ്വർണവും ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പരിശോധന ഈ വീട്ടിൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന നേരത്തെയുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പല നിർണായക വിവരങ്ങളും നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടുന്ന് മാറ്റുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി പ്രത്യേക സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്, ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അപഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ് എന്ന് മൊഴി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലേക്ക് വൈകാതെ തന്നെ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം പോകും എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നിലവിലെ ജീവനക്കാരായ 2 പേർ, മുരാരി ബാബു അതോടൊപ്പം സുനിൽകുമാർ, ഈ 2 പേരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും 14 ദിവസമാണ് പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്, മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിനു വേണ്ടെന്ന് വയ്ക്കണമെന്നായിരുന്നു
CPIയുടെ എതിർപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം CPI കടുത്ത നിലപാടിലാണ്. RSSന്റെ പദ്ധതിയാണിതെന്നാണ് CPI നിലപാട്. PM ശ്രീ സംബന്ധിച്ച് സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി റവന്യൂ മന്ത്രി K രാജൻ രംഗത്തെത്തി. സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല. എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെന്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്യാബിനറ്റിലെ കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ PM ശ്രീ. കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ വളരെ ഗൗരവമായി ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം, അല്ലേ? അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ്. ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക. അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെന്റിനും ഉണ്ട്. അങ്ങനെ NEP 2020 കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മന്ത്രി K രാജന്റെ പ്രതികരണമാണ് കേട്ടത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. തുടക്കത്തിൽ ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ മന്ത്രിസഭ എത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ PM ശ്രീയുമായി മുന്നോട്ട് പോകണം, കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിന് വേണ്ട എന്ന് വെക്കണമെന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അതും മുന്നണിയിലെ തന്നെ CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട്. എന്താ മനസ്സിലാക്കണം? വിശദാംശങ്ങൾ. ഇത് വളരെ പ്രതിസന്ധിയാണ് ഇടതുമുന്നണിക്കകത്ത് രൂപപ്പെടുത്തുന്നത്, ഭവ്യ. കാരണം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നതായിരുന്നു മുന്നണിയുടെ ആലോചന, പൊതു തീരുമാനം. ഇത് ഒരു മുന്നണിക്കകത്ത് ഈ പദ്ധതി സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിരുന്നുമില്ല. കാരണം PM ശ്രീ പദ്ധതി സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അജണ്ടകൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു ഒരു പൊതുനിലപാട്. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവേണ്ട സാഹചര്യം ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് സർക്കാരിന് മുന്നിലും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലും ഉണ്ടാവുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ നിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ട് തടഞ്ഞു വയ്ക്കപ്പെടുന്നു എന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന പല പദ്ധതികളിലും 1500 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ളത്. ഈ പദ്ധതിയിൽ പണം കിട്ടാതെ പോകുന്നതിന് കാരണം PM ശ്രീ പദ്ധതി മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം കൊണ്ടും കൂടിയാണ്. PM ശ്രീ പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തിന് മറ്റൊരു നേട്ടം കൂടി ഉണ്ടാവുന്നുണ്ട്. ബ്ലോക്ക് തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കുകയും 5 വർഷത്തേക്ക് കൃത്യമായ ഈ ഫണ്ടുകൾ ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇതുമായി മുന്നോട്ട് പോവാം എന്ന ആലോചനയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് വന്നതിൻ്റെ തീരുമാനം ഇതുകൊണ്ടുകൂടിയാണ്. അതായത് മുന്നണിയിലെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. CPI അവരുടെ ഭിന്ന നിലപാടുകൾ വീണ്ടും ശക്തമായി തുറന്നു പറയുകയാണ്. RSSന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഈ പദ്ധതിക്ക് മുന്നിൽ എന്നതാണ് CPI നിലപാട്. എന്തായാലും ഇടതുമുന്നണിക്കകത്ത് ഈ ഭിന്നത നിലനിർത്തി തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ CPM-ഉം ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നു. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. പണം നൽകാത്തതിനാൽ സീറ്റ് നിഷേധിച്ചുവെന്ന് ആരോപിച്ച മുതിർന്ന നേതാവ് മദൻ ഷാ വസതിക്ക് പുറത്ത് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. സീറ്റിനായി സഞ്ജയ് യാദവ് എന്ന നേതാവ് 2.7 കോടി ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ആദിമ ദൃശ്യങ്ങളിലേക്ക്. बाप रे बाप
बर्बाद हो गए। दो बेटा बेटी हमरा शादी शादी करने वाला, हम शादी नहीं की, ना इलेक्शन लड़ेंगे, शादी करेंगे। लालू यादव बोले कि तुम बहुआ तू फिर इलेक्शन लड़ेंगे, बाप रे तू कम वोट से हारल बड़े, तू सीट निकाल दे, बाप रे चोरा के टिकट दिया, चोरा के टिकट दिया, बाप रे करोड़ में ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, നമ്മളിപ്പോൾ കണ്ടത് നാടകീയമായ രംഗങ്ങൾ തന്നെയാണ്. പല തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു രംഗം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. മഹാസഖ്യം മഹാപ്രതിസന്ധി നേരിടുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലിതാ സീറ്റിനായി കോടികൾ ആവശ്യപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് എന്നിട്ടും സീറ്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിലുള്ള വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നത്. അതെ, മഹാസഖ്യത്തിൽ സീറ്റ് ധാരണയെത്താത്തതാണ് പ്രതിസന്ധിയെങ്കിൽ ഇപ്പോൾ RJDയിൽ അത് പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം മദൻ ഷാ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. മധുബൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലാലു പ്രസാദ് യാദവ് സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പട്ടിക വന്നപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. സീറ്റ് സന്തോഷ് കുശ്വാഹ എന്ന നേതാവിന് നൽകി. ഇതിലാണിപ്പോൾ മദൻ ഷാ പ്രതിഷേധവുമായി ലാലുവിൻ്റെ പട്നയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ആദ്യം നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കി, അതിനുശേഷം തൻ്റെ കുർത്ത കീറിയെറിഞ്ഞു. തുടർന്ന് റോഡിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. പൊട്ടിക്കരയുകയും ചെയ്തു മദൻ ഷാ. അദ്ദേഹം ആരോപിക്കുന്നത് RJDയിൽ തന്നെ രാജ്യസഭാ MP ആയ സഞ്ജയ് യാദവിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം അട്ടിമറിച്ചതെന്ന ആരോപണം മദൻ ഷാ ഉന്നയിക്കുന്നുണ്ട്. കാരണം തന്നോട് പണം ആവശ്യപ്പെട്ടു, 2,70,00,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ആ പണം നൽകാതിരുന്നപ്പോഴാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചത് എന്നാണ് മദൻ ഷാ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവ് തൻ്റെ നേതാവാണ്, തൻ്റെ ഗുരുവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പോലും തേജസ്വി യാദവിനെതിരെ വലിയ വിമർശനം മദൻ ഷാ ഉന്നയിച്ചു. തേജസ്വി ധിക്കാരിയാണ്, ജനങ്ങളുമായി ബന്ധമില്ല എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അത്തരത്തിൽ RJD നേതാക്കൾക്കെതിരെയും വലിയ വിമർശനം ഇപ്പോൾ മദൻ ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാകും. കാരണം മദൻ ഷായുടെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പിന്നീട് നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നു, RJDയുടെ അടക്കം പ്രവർത്തകരടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയും JDUയും ഈ വിഷയം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സീറ്റിനായി പണം ആവശ്യപ്പെട്ടു, കോഴ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് മദൻ ഷാ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതൊരു പ്രചാരണ വിഷയമായി മാറാനും നിലവിൽ സാധ്യതയുണ്ട്. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. കൊല്ലം കടക്കലിൽ CPIയിൽ കൂട്ടരാജി. 1000-ഓളം പേർ പാർട്ടി വിട്ടു. CPIയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് രാജിക്ക് കാരണമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ജില്ലാ കൗൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി വിട്ടത്. കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഗുരുതരമായ സംഘടനാപരമായ വിഭാഗീയതകളാണ് കടക്കൽ മണ്ഡലത്തിലെ 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 48 ബ്രാഞ്ചുകളുടെ സെക്രട്ടറിമാരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 9 അംഗങ്ങളും 800ഓളം പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഹൃദയവേദനയോടുകൂടി രാജിവെക്കുന്നു. രാജിവെച്ചവർ ദീർഘകാലമായി പാർട്ടി പ്രവർത്തിക്കുന്നവരാണ്. 1972 പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ശ്രീ സഖാവ് കണ്ണങ്കോട് സുധാകരൻ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് 40-45 വർഷം വരെ പാർട്ടിയിൽ പൂർണ്ണസമയ പ്രവർത്തകരായിട്ടുള്ള P. പ്രതാപനും EV ജയപാലും V. ബാബു അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, 1000-ഓളം പേർ പാർട്ടി വിട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണോ? ഈ പാർട്ടി വിട്ടവർ ഇനി എങ്ങോട്ടാണ്? കൊല്ലം കടക്കലിലാണ് CPIയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ലാ കൗൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പാർട്ടി വിട്ടത്. നമുക്ക് പറയാനുള്ളത് മന്ത്രി J. ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ 700-ലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇവർ പാർട്ടി വിടാനുണ്ടായ ഒരു കാരണമെന്നാണ് രാജിവെച്ചവർ
പറഞ്ഞത്. പത്രസമ്മേളനവും നടത്തിയിരുന്നു അവർ. യമൻ സ്മാരക ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കൗൺസിൽ അംഗം JC അനിലിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ പാർട്ടി തിരഞ്ഞെടുപ്പിൽ അനിലിനെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം നിരവധി വിമർശനങ്ങൾക്കെല്ലാം കാരണമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആരോപണവും ഇവരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സമയം CPയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണിക്ക് വലിയൊരു തലവേദനയാണ് ഭവ്യ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണോ ഇത്തരത്തിൽ ഇവരുടെ എല്ലാവരെയും ഈ 1000-ഓളം പേരെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്? ഒപ്പം മന്ത്രിയുടെ ഒരു ഇടപെടൽ, മന്ത്രി ചിഞ്ചുറാണിന്റെ ഇടപെടൽ ഇതിലുണ്ടായിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. വരും സമയങ്ങളിൽ നമുക്കത് കിട്ടും. നമ്മൾ മന്ത്രിയെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുത്തിരുന്നില്ല. എന്തായാലും ഈ അംഗങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരം പാർട്ടി വിടാൻ കാരണമാകുന്നത്. പാർട്ടിയിലുണ്ടായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അച്ചടക്ക നടപടികൾ അടക്കമുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇത് രമ്യതയിൽ പരിഹരിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ പാർട്ടി വിടുന്നത് എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഭവ്യ. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇങ്ങോട്ട് വരല്ല മോനെ. കനത്ത മഴയിൽ ഇടുക്കിയിൽ മലവെള്ളപ്പാച്ചിലിൽ കുമളിയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. വെള്ളാരംകുന്നിൽ റോഡിൽ പതിച്ച മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി. ബൈക്ക് യാത്രികൻ മരിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടതോടെ പെരിയാറിന്റെ തീരമേഖലകളും ദുരിതത്തിലാണ്. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി രാത്രി മുഴുവൻ നിർത്താതെ മഴ പെയ്യുകയാണ് ഇടുക്കിയിൽ. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മലയോര ജനതയെ ദിനംപ്രതി ആശങ്കയിലാഴ്ത്തുന്നു. കുമളിയിൽ ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. 1-ാം മൈൽ, വലിയ കണ്ടം, മഹിമ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലെ വീടുകളിലും കടകളിലുമാണ് വെള്ളം കയറിയത്. കുമളി ചെളിമടയ്ക്ക് സമീപം KK റോഡിൽ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു. പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.5 അടിയിലേക്ക് ഉയർന്നു. നിലവിൽ 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 10,178 ക്യൂസെക്സ് വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കല്ലാർ, ഇരട്ടയാർ, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ റെഡ് അലർട്ടാണ്. ന്യൂസ് 18 ഇടുക്കി. കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെള്ളക്കെട്ട്. റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോവാൻ ഇടമില്ലാതായി. ഇതോടെ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ ദുരിതത്തിലാണ്. ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശക്തമെന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൽ തന്നെയാണ്. ഇത് നമ്മളുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഏതാണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടു എന്ന രീതിയിലേക്ക് തന്നെ ആണ് കാര്യങ്ങൾ. ഇതിന്റെ പ്രവേശന കവാടവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇട റോഡുകളും എല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. യാത്രക്കാര് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടേക്ക് മറ്റു വാഹനങ്ങൾ വരാൻ തയ്യാറാകാത്തത്, അതായത് ടാക്സി വാഹനങ്ങൾ, ഓട്ടോറിക്ഷ അടക്കം പ്രവേശിക്കാൻ തയ്യാറാകാത്തത് വലിയ രീതിയിലേക്ക് ഇവർക്ക് ദുരിതമാകുന്നുണ്ട്. അകത്തുള്ള യാത്രക്കാർ എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നത് പോലും അവർക്ക് അറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു.
കാരണം ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം നടക്കുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും ഈ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ചുറ്റുപാടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കനാലുകളുടെ അതിന്റെ ഒരു കണക്ടിവിറ്റി അടക്കം പല ഭാഗങ്ങളിലും ശരിയായിട്ടില്ല. അത് പരിഹരിക്കാനായിട്ടും അധികൃതർ ഇറങ്ങി വന്നിട്ടില്ല. അതാണ് ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കുക. ഈ സ്ത്രീകളടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ മെട്രോ പില്ലറിന്റെ അതിന്റെ കീഴ്ഭാഗത്ത് അതിന്റെ തൂണിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. വളരെ സാഹസികമായിട്ട് ഇവിടേക്ക് വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ അകത്തുനിന്ന് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ കമ്പിയിൽ പിടിച്ച് ഇവിടേക്ക് ഇറങ്ങി വീഴാനെല്ലാം തന്നെ വലിയ പാടാണ്. നോക്കുക, ഓരോരുത്തരും ഇവിടെ ഇറങ്ങി ആൾക്കാരെ ഇവിടെ സ്ത്രീകളും അടക്കമുള്ളവരെ ഇവിടേക്ക് പിടിച്ച് താഴേക്ക് ഇറക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ വെള്ളക്കെട്ട് കാരണം പലപ്പോഴും ഓട്ടോറിക്ഷകളടക്കം അകത്തേക്ക് പോകുന്നില്ല എന്നൊരു പരാതിയും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തീർത്തും ആ ബുദ്ധിമുട്ടിലേക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്, വെള്ളക്കെട്ട് മൂലം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങുന്ന ആളുകൾ പലരും തന്നെയും എവിടെ നിന്ന് വരുന്നത്? നിങ്ങൾ എവിടെ നിന്ന് എത്തുന്നത്? ഏതായാലും പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആളുകൾ ഇവിടേക്ക് ഇറങ്ങി വളരെ സാഹസപ്പെട്ട് ഇവിടേക്ക് വരുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ചേട്ടാ, എവിടെ നിന്ന് എത്തുന്നത്? വെള്ളത്തെ കൂടെ ഇങ്ങനെ ഓടി വരുമായിരുന്നു. വെള്ളത്തെ കൂടെ ഇങ്ങനെ നീന്തി വരുന്നതിന് തുല്യമായിട്ട് വരുമായിരുന്നു. ഒരു രക്ഷയില്ല. ചേച്ചി പെട്ടുപോയോ? വെള്ളത്തിനകത്തൂടെ കണ്ടാ അറിയാലോ, ഒന്നും പറയാനൊന്നുമില്ല. സത്യമാണ് പറഞ്ഞത്. കാരണം എന്ത് പറയാനാണ്? കാരണം ഇതേ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരുന്ന വെള്ളക്കെട്ട് അടക്കം ഉള്ളതുകൊണ്ട് എങ്ങനെ ഇറങ്ങി ഇവിടെ ഇത് കടന്നു വരുന്നു എന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വരുന്നവരാണ്. വളരെ സമയബന്ധിതമായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരാണ്. പക്ഷെ അവർക്ക് അവരൊരു യാത്ര തന്നെ മുഴുവനായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു. തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ എല്ലാം തന്നെയുണ്ട്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ പോലും ഈ ഒരു വെള്ളക്കെട്ടടക്കം കടന്നു വേണം അവർക്ക് അവിടേക്ക് വരാനായിട്ട്. പലരും പല ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ എത്തിയവരാണ്. പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കുടുംബത്തോടൊപ്പം തന്നെ ഡ്രസ് ചെയ്ത് ഇവിടേക്ക് എല്ലാം തന്നെ വന്നവരാണ്. അപ്പോൾ അതിലേക്ക് പോകാനെല്ലാം ഈ വെള്ളക്കെട്ട് നീന്തി എത്തുമ്പോൾ അവർക്കുള്ള ഒരു സങ്കോചവും എല്ലാം തന്നെ അവർക്കുണ്ട്. ഇത് കടന്ന് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന്. അങ്ങനെ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും അടക്കമുള്ളവരാണ് ഇതിൽ കൂടുതലായിട്ട് തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത്. ഇവിടെ വന്നപ്പോഴേക്കും അറിയില്ലായിരുന്നു? ഇവിടെ വരുമ്പോഴേക്കും വെള്ളക്കെട്ട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതാണ് എന്തായാലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാഴ്ചകളാണ് കണ്ടത്. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യമാണ്. യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ദുരിതത്തിലാണ് അവിടേക്ക് എത്തുന്ന ഓരോ യാത്രക്കാരുമുള്ളത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ IT ജീവനക്കാരിയെ പീഡിപ്പിച്ച പ്രതി കസ്റ്റഡിയിൽ. തമിഴ്നാട്ടുകാരനായ ലോറി ഡ്രൈവറെയാണ് മധുരയിൽ നിന്ന് പിടികൂടിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, നമ്മളെ വളരെയധികം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നത്, പ്രത്യേകിച്ചും കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ കയറി ഒരു IT ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. എവിടെ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്? ആരാണ് പ്രതി? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, കഴക്കൂട്ടം പോലെയുള്ള ഒരു IT മേഖലയിൽ, അതായത് വളരെയധികം ഹോസ്റ്റലുകളും PGകളും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഒരു കഴക്കൂട്ടം മേഖല. അവിടെ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഇത്തരത്തിൽ പ്രതി അതിക്രമിച്ച് കയറി ഈ ഒരു ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ 2 ദിവസത്തിനകം പിടികൂടുകയായിരുന്നു. അതായത് ഇത് ലോറി ഡ്രൈവർ ആണ്, ഈ ഒരു തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറാണ് ഈ ഒരു കൃത്യം നടത്തി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ പ്രതിയെ ഈ ഒരു മധുരയിൽ നിന്നും, തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും സാഹസികമായാണ് ഈ ഒരു പോലീസ് അന്വേഷണ സംഘം പിടികൂടിയത്. അതായത് ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടക്കം നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചത്. വളരെ വേഗം തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു. തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഹോസ്റ്റൽ മുറിയുമായി ബന്ധപ്പെട്ട് മറ്റ് CCTV സൗകര്യങ്ങളോ മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പുറമെയുള്ള, അതായത് നഗരത്തിലടക്കമുള്ള പല CCTVകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചത്. തുടർന്ന് ഈ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയതും. തുടർന്ന് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ് മധുരയിൽ ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ അവിടെ നിന്നും സാഹസികമായി പിടികൂടുകയായിരുന്നു. നിലവിൽ ഈ പ്രതിയെ പോലീസ്
കസ്റ്റഡിയിലെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കേരളത്തിലേക്ക് കഴക്കൂട്ടത്തേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വൈദ്യപരിശോധനയും മറ്റ് തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പോലീസിന്റെ അടുത്ത നടപടി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു അതായത് നോർത്ത് ഇന്ത്യയിലടക്കം വളരെയധികം ജീവനക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അവർക്കടക്കം ഇത്തരത്തിലുള്ളൊരു സംഭവം വളരെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി പെട്രോളിംഗും മറ്റും വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇതിനൊപ്പം തന്നെ ഹോസ്റ്റൽ മുറികൾ, അതായത് ഈ PGസിലടക്കം പോലീസ് കർശനമായി സെക്യൂരിറ്റിയെ നിയമിക്കണം, ഒപ്പം തന്നെ CCTV സൗകര്യം ഒരുക്കണമെന്ന നിർദ്ദേശവും ഈ ഭാഗങ്ങളിലുള്ള PGകൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭവ്യ, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ട്രെയിനിൽ ഭക്ഷണം നൽകി അലൂമിനിയം ഫോയിൽ കഴുകി വീണ്ടും ഭക്ഷണം നൽകി. ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് സംഭവം. യാത്രക്കാരൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സംഭവം പുറത്തായതോടെ 2 IRCTC ജീവനക്കാരെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേർന്നു. സുവി, ഈ ദൃശ്യങ്ങൾ അസഹനീയമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ട്രെയിനാണ്, യാത്രക്കാരുള്ളതാണ്. അപ്പോൾ എങ്ങനെ ട്രെയിനിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുമെന്ന് തോന്നിപ്പോകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ? എന്ത് നടപടിയെടുത്തു? ഭവ്യ, ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് ഇത്രയും വൃത്തിഹീനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണം നൽകിയതിനു ശേഷം അത് കഴുകി വീണ്ടും ഉപയോഗിക്കുന്നതാണ് എന്നതായാണ് ആരോപണം ഉയർന്നത്. ഒരു ട്രെയിൻ യാത്രക്കാരൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ട്രെയിനിലെ ക്യാൻറ്റീൻ ജീവനക്കാരനോട് ചേർന്നുള്ള മറ്റൊരു ജീവനക്കാരനാണ് ഈ ഒരു രീതിയിൽ അലുമിനിയം ഫോയിൽ കഴുകി ഉപയോഗിക്കുന്നത് കണ്ടത്. ഇയാൾ ഭക്ഷണം നൽകുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഭക്ഷണം നൽകാനായി ഈ അലുമിനിയം ഫോയിലുകൾ അടുക്കി വെക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഈ യാത്രക്കാരൻ എന്തിനാണ് ഇത് അടുക്കി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇത് തിരികെ നൽകാനാണ് എന്നൊരു മറുപടിയാണ് റെയിൽവേ ജീവനക്കാരൻ നൽകിയത്. എന്നാൽ അതൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന് ശേഷം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറയുന്ന അശ്വിനി വൈഷ്ണവ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല എന്ന് കോൺഗ്രസ് ചോദിച്ചു. ഏതായാലും വലിയ വിവാദമായതിനെ തുടർന്ന് റെയിൽവേ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഒപ്പം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 2 ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് IRCTC സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും റെയിൽവേ അറിയിക്കുന്നു. ഏതായാലും ലക്ഷക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഗതാഗത മാർഗമാണ് റെയിൽവേ. പലപ്പോഴും ഭക്ഷണം പുറത്തുനിന്ന് ലഭിക്കാത്തപ്പോൾ ഈ ട്രെയിനിലെ പാൻട്രി കാറിൽ നിന്നുള്ള ഭക്ഷണമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അത് ട്രെയിനിലെ പാസഞ്ചർ ബോഗിയിൽ വെച്ച് തന്നെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭവ്യ, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പഞ്ചാബി ഹൌസ് സിനിമാ മോഡലിൽ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി നാടുവിട്ടയാളെ പോലീസ് കണ്ടെത്തി. ഗുജറാത്ത് സ്വദേശിനിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായിയാണ് ബാംഗ്ലൂരിൽ നിന്ന് പിടിയിലായത്. ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയോട് പറഞ്ഞ് ധരിപ്പിച്ച ശേഷം ഇയാൾ നാടുവിടുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ 3 ദിവസമാണ് ഭാരതപ്പുഴയിൽ തെരച്ചിൽ നടത്തിയത്. മലയാളത്തിലെ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാബി ഹൌസ്. കടം കയറി കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അതിലെ നായകൻ പുതിയൊരു പേരിൽ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു. പിന്നീട് ഈ ചിത്രം ഹിന്ദിയിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ഇത് മാതൃകയാക്കി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് നാടുവിട്ട യുവാവിനെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സെപ്റ്റംബർ 17-നാണ് ഗുജറാത്ത് സ്വദേശിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് ഷൊർണൂരിലെത്തുന്നത്.
തുടർന്ന് റബ്ബർ ബാൻഡുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യങ്ങൾക്ക് പാലക്കാട് വടക്കാഞ്ചേരി ഭാഗങ്ങളിൽ ചിലരെ നേരിൽ കണ്ടു. എന്നാൽ ഇടപാടുകാർക്ക് കൈയോടെ പണം നൽകിയാൽ മാത്രമേ കച്ചവടം നടക്കൂ എന്ന് വന്നതോടെ ഇയാൾ പ്രതിസന്ധിയിലാവുകയായിരുന്നു. നാട്ടിലെ ബിസിനസ് തകർന്ന് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത സിറാജിനുണ്ടായിരുന്നു. അത് മടക്കി നൽകാനുള്ള അവധി പിന്നിട്ടതിനാൽ മടങ്ങിപ്പോവാൻ കഴിയാതെയായി. ഇതോടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി പുഴയുടെ ഫോട്ടോ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ചിത്രങ്ങളും അയച്ചു കൊടുത്തു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. തുടർന്ന് ഗുജറാത്തിൽ നിന്നും വന്ന ബന്ധുവിന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇയാൾ ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്തതാകാമെന്ന് കരുതി അഗ്നിരക്ഷാസേന, ചെറുതുരുത്തി നില ബോട്ട് ക്ലബ്, റെസ്ക്യൂവർ നിഷാദ് എന്നിവരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. ഇത് 3 ദിവസം തുടർന്നു. പിന്നീട് ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അന്വേഷണത്തിൽ ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നെന്നാണ് പ്രത്യേക പോലീസ് സംഘം മനസ്സിലാക്കുകയും അവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പഞ്ചാബി ഹൌസ് മോഡലിൽ ഇയാൾ മറ്റൊരു പേരിൽ ജീവിക്കുകയായിരുന്നു. യൂബർ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സിറാജിനെ മെജസ്റ്റിക്കിൽ വെച്ചാണ് കണ്ടെത്തിയത്. കടക്കാരെ അഭിമുഖീകരിക്കാൻ മടികൊണ്ടാണ് നാട് വിട്ടതെന്നായിരുന്നു ഇയാളുടെ പോലീസിനോടുള്ള വിശദീകരണം. സിറാജിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം വെറുതെ വിട്ടു. ന്യൂസ് 18 പാലക്കാട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അടിയന്തര വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ദോഹയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഖത്തറും തുർക്കിയുമാണ് മധ്യസ്ഥത വഹിച്ചത്. അതിർത്തിയിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുമെന്ന് പാക് അഫ്ഗാൻ അധികൃതർ ഉറപ്പു നൽകി. കരാറുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകളും നടക്കും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരായ മുല്ല മുഹമ്മദ് യാക്കൂബും ഖാജ മുഹമ്മദ് ആസിഫുമാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. സംഘർഷങ്ങളെ തുടർന്ന് പാക് അഫ്ഗാൻ അതിർത്തിയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. യുഎസിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധം. നോ കിങ്സ് എന്ന പേരിലാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. രാജ്യവ്യാപകമായി 2600 റാലികളും പ്രതിഷേധ യോഗങ്ങളും അരങ്ങേറി. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. യുഎസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം അധികാരത്തിൽ കയറിയ ശേഷം 5ാം തവണയാണ് രാജ്യവ്യാപകമായി വൻ ബഹുജന പ്രക്ഷോഭം നടക്കുന്നത്. നോ കിങ്സ് മാർച്ച് എന്ന പേരിൽ അരങ്ങേറിയ റാലികൾ നഗരങ്ങളെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. ഇമിഗ്രേഷൻ റെയ്ഡുകൾ, നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച നടപടികൾ, സർക്കാർ പദ്ധതികളുടെ വെട്ടിച്ചുരുക്കൽ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ നിയമ നടപടികൾ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ട്രംപിന്റെ നടപടികൾ ജനാധിപത്യ ധ്വംസനമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. രാജ്യത്തെ 50 സംസ്ഥാനങ്ങളിലായി 2600 റാലികളും യോഗങ്ങളുമാണ് നടന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ, അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്പയിൻ, ഇൻഡിവിസിബിൾ, മൂവ് ഓൺ, 50501 എന്നീ സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. നോ കിങ്സ് എന്ന പേരിൽ നടന്ന പ്രതിഷേധം ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ് എന്നീ വൻ നഗരങ്ങളെയും മറ്റു ചെറിയ നഗരങ്ങളെയും ബാധിച്ചു. പ്രതിരോധത്തിന്റെ അടയാളമായ തവള, ദിനോസർ, ഷാർക്ക് എന്നീ രൂപങ്ങൾ ധരിച്ചാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു. ഭരണഘടനയ്ക്ക് അനുസൃതമായി സർക്കാർ പ്രവർത്തിക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നു. മുൻനിര ഡെമോക്രാറ്റിക് നേതാക്കളും ഹോളിവുഡ് താരങ്ങളും ഇതിൽപ്പെടുന്നു. അതേസമയം വൈറ്റ് ഹൌസും റിപ്പബ്ലിക്കൻ നേതാക്കളും നോ കിങ്സ് മാർച്ചിനെ അപലപിച്ചു. ഹേറ്റ് അമേരിക്ക മാർച്ചാണ് നടന്നതെന്നായിരുന്നു ട്രംപ് അനുകൂലികളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തലയിലെയും കഴുത്തിലെയും അർബുദങ്ങളുടെ ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ സംയോജിത ശൃംഖല രൂപീകരിച്ച ആസ്റ്റർ മെഡിസിറ്റി. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഏകീകൃത ക്യാൻസർ പരിചരണ ശൃംഖല കൂടിയാണ് ആസ്റ്റർ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി നെറ്റ്വർക്ക് കേരള ക്ലസ്റ്റർ. കേരള ക്ലസ്റ്ററിന്റെ ആസ്റ്റർ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി നെറ്റ്വർക്ക് പ്രോഗ്രാം ഡയറക്ടറും ആസ്റ്റർ മെഡിസിറ്റിയിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഷോൺ ടി ജോസഫിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ഒരുക്കിയത്. കേരളത്തിലെ ആസ്റ്റർ ആശുപത്രികളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം.
ലോകോത്തര നിലവാരമുള്ളതും ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ക്യാൻസർ പരിചരണം കേരളത്തിലെ ഓരോ രോഗിക്കും ലഭ്യമാക്കണമെന്ന് ഡോക്ടർ ഷോൺ ടി ജോസഫ് പറഞ്ഞു. അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം ശരിക്കുമുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഞാനൊരു 11 വർഷമായിട്ട് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി പ്രാക്ടീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷം 11 വർഷമായിട്ട് കേരളത്തിലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ രംഗത്തുള്ള ചില ഡേറ്റയും അതിന്റെ ഒരു ട്രെൻഡും അതുവഴി ഞങ്ങൾ വരുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റ് വ്യത്യാസങ്ങളും ആണ് ഇത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചത്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പം ഈ തലയുടെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് അതിന്റെ സർജറി, അതിന്റെ റീകൺസ്ട്രക്ഷൻ സർജറി, അതിന്റെ കീമോതെറാപ്പി അല്ലെങ്കിൽ അതിന്റെ റേഡിയോതെറാപ്പി അങ്ങനെയാണ് പോകുന്നത്. കേരളത്തിൽ ഇപ്പോൾ വായിലുണ്ടാവുന്ന ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡിലുണ്ടാവുന്ന ക്യാൻസർ, തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസർ, മൂക്കിലുണ്ടാവുന്ന, ചെവിയിലുണ്ടാവുന്ന ഇതുപോലത്തെ ക്യാൻസേഴ്സ് ഒക്കെയാണ് ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിൽ വരുന്നത്. ഇതിൽ വായിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസേഴ്സ് ആണ്. എറണാകുളത്തെ ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്തിന് NABH അംഗീകാരം. ഇന്ത്യയിൽ ആദ്യമായാണ് ലൈംഗിക ആരോഗ്യ ചികിത്സയ്ക്കായുള്ള ആശുപത്രിക്ക് NABH ഫുൾ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. 2006 ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്ത് എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പ്രധാന വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധർ, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഉറപ്പാക്കിയാണ് സെക്ഷൽ മെഡിസിൻ സേവനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.